ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന മാൽബോൺ ഹിൽസ് കൺസർവേറ്റേഴ്സിൻ്റെ ഒരു ഹോൾ മാപ്പാണ് കേട്ടോ ഇതൊരു വഴി കാണിക്കുന്ന പലക പോലത്തെ കേട്ടോ. ഓരോ ഡയറക്ഷനും എങ്ങോട്ടാന്ന് കാണിച്ചേക്കുവാണേ. നല്ല വിൻഡി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. The other side of the world looks nice. മാൽബോൺ ഹിൽസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1.5 hours തൊട്ട് 6 hours വരെ എടുക്കുന്ന ഒരു ലോങ് വാക്കിംഗ് ട്രെയിലാണ് കേട്ടോ, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ട്രെയിൽ യു ടേക്ക്. അപ്പോൾ ചെറിയ വാക്കിംഗ് ട്രെയിലുകളുണ്ട്, ലോങ് വാക്കിംഗ് ട്രെയിലുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര കാറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അത്രയ്ക്ക് കാറ്റുള്ളൊരു ദിവസമായിരുന്നു. ദിവസത്തിൻ്റെ തന്നെ ഒരു മല എന്ന് പറഞ്ഞാൽ കുറേ കൂടി കാറ്റുമായിട്ട് എക്സ്പോസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വിൻഡിന് പറ്റിയ ഡ്രസ്സൊക്കെ വേണം നമ്മൾ ഇട്ടിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വിൻഡ് പ്രൂഫ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്തിങ്സും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഹൈക്കിംഗ് ബൂട്ട്സൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. നമ്മൾ ഒരു സിറ്റിയിൽ നടക്കാൻ പോയ പോലെ ഒരു ഡ്രസ്സിലായിരുന്നു പോയത്. അത് അത്ര പ്രോപ്പറായിട്ടുള്ളൊരു ഡ്രസ്സിങ് ആയിരുന്നില്ല. കുറച്ച് നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയൊരു ബെസ്റ്റ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡേ ട്രിപ്പ് ഐഡിയ. ഇങ്ങനെ കുറച്ച് നടക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊന്നും പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻസിന് പൊതുവെ മലയാളികളൊന്നും അധികം കാണാറില്ല കേട്ടോ. നമ്മുടെ ആളുകൾക്ക് പൊതുവെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു പ്രിയം. എന്തൊക്കെയോ പറഞ്ഞ് നടന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാറ്റിൻ്റെ സൗണ്ട് കാരണം എൻ്റെ സൗണ്ട് ലേശം പോലും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല വീഡിയോയിൽ. നമ്മൾ കാണിച്ചൊരു അബദ്ധം പറഞ്ഞാൽ വെള്ളമൊന്നും എടുക്കാണ്ട് പോയി അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ കയ്യിൽ കരുതണം. കാരണം വലിയൊരു വാക്കിംഗ് ട്രെയിൽ എടുത്താൽ അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വാക്കിംഗ് ട്രെയിലാണ്. ഓരോ മലകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു. പക്ഷെ ഓരോ മലകൾ കഴിയുമ്പോൾ അതിന് ഹിഡൻ ആയിട്ട് അടുത്ത മലയുണ്ട്. അങ്ങനെ മല വീണ്ടും നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പോയ ദിവസം നല്ലൊരു പ്ലസന്റ് വെതറായിരുന്നു. നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാറ്റുണ്ടായിരുന്നെങ്കിലും അതുകൊണ്ട് അധികം തണുപ്പൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഏത് സ്ഥലത്ത് പോയാലും സണ്ണി ആയിട്ടുള്ളൊരു ദിവസം, ക്ലൗഡി ആയിട്ട് പോകുന്നൊരു ദിവസം എൻറ്റയർലി ഡിഫറെൻറ്റ് അപ്പിയറൻസ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹൈക്കിൻ്റെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ
തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. UK വന്നിട്ട് ഇത്രയും കാറ്റുണ്ടായിരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അത്രയ്ക്ക് കാറ്റ്. ഇപ്പം തന്നെ ഒരു മലയുടെ പുറകിൽ ഒളിച്ച് നിൽക്കും, അതുകൊണ്ടാണ് കാറ്റില്ലാത്തത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ നിൽക്കുന്ന മലയുടെ തന്നെ ടോപ്പിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ, വെറുതെ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൊസിഷനിലെല്ലാം നിൽക്കുന്നെങ്കിൽ നമ്മൾ ശരിക്കും പറന്നു. അതുപോലെ നല്ല ശക്തിയുള്ള കാറ്റ്. ബ്ലൂ ബെൽസിൻ്റെ ഒരു ടൈം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.